ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 60-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ആ മുറിയിൽ ഏറെ നേരം മൗനം തളം കെട്ടി നിന്നു. ഒടുവിൽ സഖി കെട്ട് സക്രിയ സർ എഴുന്നേറ്റ് നിന്ന് ജയദേവന് നേരെ തിരിഞ്ഞു. എടോ ജയ, തനിക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്? ഇപ്പോൾ ഒരുപാട് നേരമായില്ലേ? പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോവാണ്. അയാൾ അത് പറഞ്ഞുകൊണ്ട് വാതിലിനടുത്തേക്ക് നീങ്ങിയതും അതുവരെ പുലർത്തിയ നിശബ്ദതയെ ഭേദിച്ച് ആമിക എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിലെ അപ്രതീക്ഷിതമായ ദൃഢതയും ഗൗരവവും സക്രിയയെ അമ്പരപ്പിച്ചു. സർ, ഞാൻ പറയാം. പക്ഷേ അതിനു മുൻപ് സാർ എനിക്കൊരു വാക്ക് തരണം. നമ്മൾ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ മുറിയുടെ ചുവരുകൾക്കപ്പുറം പോകരുത്. നമ്മളല്ലാതെ മറ്റൊരാളും ഇതറിയാൻ ഇടയാകരുത്. സക്രിയ വല്ലാത്തൊരു ഞെട്ടലോട് അവളെ നോക്കി. വരാനിരിക്കുന്ന ഏതോ വലിയൊരു കൊടുങ്കാറ്റിനെ മുൻകൂട്ടി കാണുന്നത് പോലെ അയാൾ കണ്ണുകൾ ചുരുക്കി. എന്തൊക്കെയാ ജയ നിന്റെ മോളീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും വലിയ എന്ത് രഹസ്യമാണ് ഈ കുട്ടിക്ക് എന്നോട് പറയാനുള്ളത്? സക്രിയ ജയദേവന് നേരെ തിരിഞ്ഞു. ജയദേവന്റെ മൗനം അയാളിൽ അസ്വസ്ഥത കൂട്ടി. ഒരു ദീർഘശ്വാസം എടുത്ത് അയാൾ വീണ്ടും ആമികയുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കി. മോളെ, എന്തു വേണമെങ്കിലും നിനക്ക് എന്നോട് പറയാം. ഒരു രഹസ്യവും എന്നിൽ നിന്നും വെളിയിലേക്ക് പോകില്ല. നീ ഒട്ടും ഭയപ്പെടണ്ട. ഇതൊരു അധ്യാപകന്റെ വാക്കാണ്. അത്രയും പറഞ്ഞുകൊണ്ട് കരുതലോടെ അദ്ദേഹം തൻ്റെ കൈകൾ അവളുടെ വിറയ്ക്കാത്ത കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു. പക്ഷേ ആമിക ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവൾ വേഗത്തിൽ തൻ്റെ മുറിയിലേക്ക് നടന്നു. നിമിഷങ്ങൾക്കകം തിരികെ വന്ന് കയ്യിലിരുന്നൊരു കാർഡ് അവൾ സക്കറിയയുടെ നേരെ നീട്ടി. അവളുടെ ഔദ്യോഗിക പോലീസ് ഐഡന്റിറ്റി കാർഡ്. സക്കറിയ അവിശ്വാസത്തോടെ ആ കാർഡ് വാങ്ങി. അതിലെ കട്ടിപ്പതിച്ച അക്ഷരങ്ങളിലൂടെ അയാളുടെ കണ്ണുകൾ പാഞ്ഞു. പെട്ടെന്ന് അയാളുടെ കൈകളിലെ പിടി അയഞ്ഞു. വിരലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ശ്വാസം പോലും നിലച്ചുപോയ നിമിഷം. അവിശ്വസനീയതോടെ അയാൾ ആ കാർഡിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് വെറുമൊരു സാധാരണ പെൺകുട്ടിയല്ല, നിയമത്തിൻ്റെ സർവാധികാരങ്ങളുമുള്ള ഒരു IPS ഓഫീസറാണെന്ന കഠിനമായ തിരിച്ചറിവ് സക്കറിയെ പാടെ ഉലച്ചു കളഞ്ഞു. എൻ്റെ ഈശോയെ, ജയ, അപ്പോൾ നിന്റെ മോളായിരുന്നോ ഈ ആമിക IPS? സക്കറിയയുടെ സ്വരം ഒരു നേർത്ത വിറയലോടെയാണ് പുറത്തു വന്നത്. അത് മറച്ചു വെക്കാതെ അയാൾ തുടർന്നു. TV-യിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, വാർത്തകളിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുട്ടി തന്നെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്തിന്? എൻ്റെ മകൾക്ക് പോലും അവളുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ. എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സ്നേഹത്തിന് മറുപടി കൊടുക്കാതെ അവർക്ക് സ്വസ്ഥമായി സംസാരിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് ജയദേവൻ പതിയെ അടുക്കളയിലേക്ക് നടന്നു. ആ മുറിയിലെ അന്തരീക്ഷത്തിൻ്റെ ഭാരം താങ്ങാൻ അയാൾക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ജയദേവൻ മാറിയതും ആമിക സക്കറിയുടെ കണ്ണുകളിലേക്ക് തീക്ഷ്ണമായി നോക്കി. അവളുടെ ഭാവത്തിൽ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ കണിശതയല്ല, മറിച്ച് ഉത്തരങ്ങൾക്കായുള്ളൊരു മകളുടെ ആകുലതയായിരുന്നു. അവൾ അപേക്ഷയോടെ എന്നാൽ ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു, സർ, എൻ്റെ വിഷ്ണുവേട്ടൻ്റെയും ക്ലാര ചേച്ചിയുടെയും തിരോധാനത്തെപ്പറ്റി അന്വേഷിക്കാൻ എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കേണ്ടി വന്നു എന്നത് സത്യമാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിയതും. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ചില കാര്യങ്ങൾ കൂട്ടിയിണക്കാനാകുന്നില്ല. എനിക്ക് സാറിൻ്റെ സഹായം വേണം. ആ കാണാതാകലുകൾക്ക് പിന്നിലെ സത്യം സാറിന് അറിയാമെങ്കിൽ ദയവായി എന്നോട് പറയണം. എന്നെ ഒന്ന് സഹായിക്കാമോ സർ? ആമികയുടെ ചോദ്യത്തിന് മുന്നിൽ സക്കറിയ ഒരു നിമിഷം പകച്ചുപോയി. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോളെ, അല്ല മാഡം, ആളറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അയ്യോ സാർ, എന്തൊക്കെയായി പറയുന്നത്? ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറൂ. അതായിരുന്നു എനിക്കും വേണ്ടത്. പിന്നെ സാർ എന്നെ മോളെ എന്ന് തന്നെ വിളിച്ചാൽ മതി. ആമികയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ അന്വേഷണം അല്പം കഠിനമായ പാതയിലൂടെയാണ് പോകുന്നത്. അതിൽ സാറിൻ്റെ സഹായം എനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും. മോക്ക് എന്താ അറിയേണ്ടത്? സക്കറിയയുടെ ശബ്ദത്തിൽ ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ ഗാംഭീര്യവും ദൃഢതയും തിരിച്ചു വന്നിരുന്നു. അറിയേണ്ട കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിലെനിക്ക് മറുപടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ സഹായിക്കും. നിയമത്തിനും പോലീസിനും ഒന്നും ഞാൻ എതിരല്ല മോളെ. ആമിക അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ ആദ്യത്തെ അമ്പ് തൊടുത്തു. എന്നാൽ തുടക്കം നവീനിൽ നിന്നാവട്ടെ. അവനിപ്പോൾ എവിടെയാണെന്ന് സാറിന് എന്തെങ്കിലും അറിവുണ്ടോ? ഈ നവീനും ആനും തമ്മിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു പ്രശ്നം? ആമികയുടെ പെട്ടെന്നുള്ള ചോദ്യം സക്കറിയെ അല്പം ഒന്ന് ഞെട്ടിച്ചു. ആ മുഖത്തുണ്ടായ ചെറിയ ഭാവമാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട്
മറുപടി നൽകാൻ ആവശ്യത്തിന് സമയം കൊടുത്തുകൊണ്ട് ആമിക അയാളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. സക്കറിയ ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടു. ഈ നവീൻ, അവൻ ഒരിക്കൽ ആനിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു മോളെ. ദൈവാനുഗ്രഹം കൊണ്ട് ആ സമയത്ത് തന്നെ അവളുടെ അമ്മ അവിടേക്ക് എത്തുകയും അവൾക്ക് കൂടുതൽ ദോഷം സംഭവിക്കാതിരിക്കുകയും ചെയ്തു. പക്ഷെ നമ്മുടെ നാട്ടിലെ പല പാവം പെൺകുട്ടികളും അവൻ്റെ ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ട്. അത്രയും മോശമായിരുന്നു അവൻ്റെ സ്വഭാവം. അദ്ദേഹം അല്പനേരം വല്ലാത്തൊരാലോചനയിൽ മുഴുകി പഴയ ഓർമ്മകൾ കാച്ചിക്കുറുക്കി എടുത്തുകൊണ്ട് തുടർന്നു. പെട്ടെന്നൊരു ദിവസം മുതൽ അവനെ ഈ നാട്ടിൽ നിന്ന് കാണാതായി. ഇത്രയും പൊതുശല്യമായി ഒരുത്തനെ കാണാതായാൽ നാട്ടുകാർ സന്തോഷിക്കുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരും അവനെപ്പറ്റി അന്വേഷിക്കാൻ പോയില്ല. എന്തിനേറെ പറയുന്നു, അവൻ്റെ സ്വന്തം വീട്ടുകാർ പോലും അവനെ തിരഞ്ഞില്ല എന്നതാണ് സത്യം. എനിക്ക് തോന്നുന്നു അവൻ്റെ അമ്മയുടെ അസുഖവും ആ വീട്ടിൽ അക്കാലത്ത് നടന്ന വഴക്കുകളും അവൻ്റെ ഈ പെട്ടെന്നുള്ള അപ്രത്യക്ഷമാകലും തമ്മിൽ എന്തൊക്കെയോ അദൃശ്യമായ ബന്ധങ്ങളുണ്ടെന്നാണ്. പക്ഷേ അതൊക്കെ കൃത്യമായി അറിയാവുന്നവരെല്ലാം തന്നെ ഇപ്പം മണ്ണിനടിയിലല്ലേ. അദ്ദേഹം ഒന്ന് നിർത്തി ഒരു പുതിയ വഴി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ആമികയെ നോക്കി പറഞ്ഞു. മറ്റൊരു കാര്യം മോളെ, നിനക്ക് സാധിക്കുമെങ്കിൽ അവൻ്റെ പെങ്ങളെ ഒന്ന് നേരിട്ട് കാണണം. അന്ന് ആ വീട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ചിലപ്പോൾ പറയാൻ കഴിഞ്ഞേക്കും. സർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ആമികയുടെ സ്വരത്തിൽ ഗൗരവം കൂടി. ഞാനിന്ന് ശ്മശാനത്തിൽ പോയപ്പോൾ അവിടെ ഒരു കല്ലറ കണ്ടു. അത് പീറ്ററിൻ്റെ സഹോദരിയുടേതാണെന്നാണ് അമ്മച്ചി പറഞ്ഞത്. ആ കുട്ടിയെപ്പറ്റി സാറിന് എന്തെങ്കിലും അറിയാമോ? ഇതൊരു പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ വലിയൊരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ചോദ്യത്തിന് മുന്നിൽ സക്കറിയ ദീർഘനേരം മൗനിയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ പഴയ ഓർമ്മകളുടെ വലിയൊരു തിരമാല തല്ലിയടിക്കുന്നത് ആമിക സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. അതൊരു വലിയ കഥയാണ് മോളെ, സക്കറിയ പതിയെ പറഞ്ഞു തുടങ്ങി. പീറ്ററിനെ ഞാൻ ആദ്യമായി കാണുന്നത് അഗസ്റ്റിൻ അച്ഛനോടൊപ്പമാണ്. ഈ പള്ളിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വരുമ്പോൾ വെറും 17 വയസ്സുള്ള ആ മിടുക്കം പയ്യൻ അച്ഛൻ്റെ നിഴലായി കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഓർഫനേജിൽ വളർന്നവനാണെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അവിടെ വെച്ച് ആമിക അയാളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തി. അക്കാര്യങ്ങളെല്ലാം അമ്മച്ചി പറഞ്ഞതുകൊണ്ട് എനിക്ക് വ്യക്തമായി അറിയാം സർ. ഞാൻ ചോദിച്ചത് ആ സഹോദരിയെക്കുറിച്ചാണ്. അച്ഛനുമായി ഇത്രയേറെ അടുപ്പമുണ്ടായിരുന്ന സാറിന് ആ കുട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ലേ? ആമികയുടെ ചോദ്യം കേട്ടതും അദ്ദേഹം അവളെ നോക്കി ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് അക്കാലത്തെ ആ പഴയ പള്ളിമേടയിലെ സൗഹൃദ സംഭാഷണങ്ങളിലേക്ക് തൻ്റെ ഓർമ്മകളെ കൂട്ടിക്കൊണ്ടുപോയി. അല്പസമയത്തിന് ശേഷം അദ്ദേഹം വിറയാർന്ന ശബ്ദത്തിൽ തുടർന്നു. പീറ്ററിന് ചെറിയൊരു വീടുണ്ടാക്കി കൊടുക്കാൻ അഗസ്റ്റിൻ അച്ഛൻ പലരുടെയും മുന്നിൽ കൈ നീട്ടുന്നത് ഞാൻ നേരി കണ്ടിട്ടുണ്ട് മോളെ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഞാൻ അച്ഛനോട് ആ ചോദ്യം ചോദിച്ചു. എന്തിനാ അച്ഛാ ഇതുപോലൊരു അനാഥ ചെക്കന് വേണ്ടി അച്ഛൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കാലു പിടിക്കുന്നത്? അവനൊരാണല്ലേ, കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെത്താൻ ജീവിക്കാൻ വേണ്ടതൊക്കെ ഉണ്ടാക്കിക്കൊള്ളും. എൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ അച്ഛൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയല്ല ചെയ്തത്. അദ്ദേഹം ഒരു നിമിഷം ശാന്തനായി. പിന്നെ എന്നെ നോക്കി മനോഹരമായി എന്നാൽ ഒരല്പം സങ്കടം കലർന്ന രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. എടോ സക്കറിയ, പീറ്ററിനെ എന്തിനാണ് ഞാൻ എൻ്റെ സ്വന്തം ചോരയെപ്പോലെ, എൻ്റെ ജീവനെ പോലെ ഇത്ര നാളും സ്നേഹിക്കുന്നതെന്ന് താൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സക്കറിയ സാർ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അയാളുടെ മനസ്സ് വർഷങ്ങൾക്കപ്പുറമുള്ള ആ പഴയ പള്ളിമേടയിലെ നിശബ്ദതയിലേക്കും കനത്ത മഴ പെയ്യുന്ന രാത്രിയിലേക്കും പൂർണ്ണമായി നടന്നുപോയി. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.